അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നത്. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് കോപമുണ്ടാകും. ആ അള്ളാഹുവിൻ്റെ ഒളബിനെ കെടുത്തിക്കളയാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സ്വതക്ക. ആ സ്വതക്കത്തു തുത്ഫിഉ ഗളബ റബ്ബി. റബ്ബിൻ്റെ ഒളബിനെ കെടുത്തിക്കളയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് സന്തോഷമാണ്. മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുമ്പോൾ അത് ആ അടിമയെ സന്തോഷിപ്പിച്ചതിൻ്റെ കാരണമായി ഉടമയായ അള്ളാഹു കൂടി സന്തോഷിക്കുന്നു. അപ്പോൾ ഈ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾ ഏറ്റവും കൂടുതൽ സദഖയ്ക്കും സകാത്തിനും ദാനധർമ്മങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സമയങ്ങളാണ്. നമ്മൾ പരമാവധി സകാത്തിന് നിബന്ധനകളുണ്ട്. അതിൽ 8 സ്വത്തുകൾ, ആ സ്വത്തുക്കൾ എന്തൊക്കെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നിസ്വാബുണ്ട്, അതിന് കണക്കുകളുണ്ട്. പക്ഷേ സ്വതക്കയ്ക്ക് യാതൊരു പരിധിയും പറഞ്ഞിട്ടില്ല, സ്വതക്കയ്ക്ക് യാതൊരു കണക്കുകളും പറഞ്ഞിട്ടില്ല. ഉള്ളതുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ബിഷത്തി തമ്ര, അത് കാരക്കയുടെ ചീന്താണ് ഒരാൾക്ക് നൽകാൻ പറ്റുന്നതെങ്കിൽ ആ കാരക്ക പൗത്ത് അതിൻ്റെ ഒരു ചീന്തുകൊണ്ടെങ്കിലും ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ തൊട്ട് സംരക്ഷണം ഒരുക്കണേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ നൽകിയ ധനം, ആ ധനത്തിൽ നിന്ന് ദാനം ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് നമുക്ക് കവചമൊരുക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.